നമസ്കാരം. 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന മറ്റൊരു പാഠഭാഗമാണ് പത്രനീതി. 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം. ഇതൊരു നിരൂപണ കൃതിയാണ്. എഴുതിയിരിക്കുന്നത് പ്രസംഗകലയിലെ നമ്മുടെ എല്ലാവരുടെയും കുലപതി എന്നറിയപ്പെടുന്ന ശ്രീ സുകുമാർ അഴീക്കോട്. പത്രത്തെ കൃത്യമായിട്ട് വിലയിരുത്തുകയും പത്രത്തിന്റെ രീതികളെ വിമർശിക്കുകയും പത്രത്തിന്റെ ഗുണദോഷങ്ങളെ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു ലേഖനമാണ് പത്രനീതി. ഈ ഒരു പാഠഭാഗത്തിൽ പ്രധാനമായിട്ട് വരാൻ സാധ്യതയുള്ളത് പത്രങ്ങളുടെ ഗുണദോഷങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെ സുകുമാർ അഴീക്കോട് പത്രങ്ങളെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. പത്രത്തെ എതിർക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണണമെങ്കിൽ മറ്റൊരു പത്രം തന്നെ വിചാരിക്കണമെന്ന് സുകുമാർ അഴീക്കോട് പറയുന്നുണ്ട്. അതായത് പത്രങ്ങളിൽ നമ്മൾ ഒരു വാർത്ത കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പത്രങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഒരു വിമർശനം നടത്തുകയാണ്. ആ വിമർശനങ്ങൾ നമ്മൾക്ക് പ്രചാരത്തിലാക്കണമെങ്കിൽ വേറൊരു പത്രത്തിലാണ് വാർത്ത കൊടുക്കാൻ കഴിയുള്ളൂ. ശരിയല്ലേ? ഒരുപാട് പത്രമാധ്യമങ്ങളുണ്ട്. ഇപ്പൊ മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, മാധ്യമം, അങ്ങനെ ഒട്ടനവധി ദിനപത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, ഇന്ന് പത്രത്തെക്കാൾ കൂടുതൽ ദൃശ്യമാധ്യമങ്ങള് കടന്നു കയറിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ദിവസവും രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കുന്നത് പോലെ പത്രം വായിക്കുന്നത് ശീലമാക്കിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അല്പം കൂടി പിന്നിലേക്ക് സഞ്ചരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പാഠഭാഗം പഠിക്കാനായിട്ട്. അന്ന് പത്രം മാത്രമാണ് പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമം എന്ന് പറയുന്നത്. ആ ഒരു അടിസ്ഥാനത്തിലാണ് സുകുമാർ അഴീക്കോട് ഈ ഒരു പാഠഭാഗം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വാർത്ത അല്ലെങ്കിൽ പത്രത്തിനെ എതിർക്കണമെങ്കിൽ ഇന്ന് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അന്ന് അദ്ദേഹം ഈ നിരൂപണം എഴുതിയ സമയത്ത് പത്രത്തെ എതിർക്കണമെങ്കിൽ നമുക്ക് മറ്റൊരു പത്രത്തെ തന്നെ ആശ്രയിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റിയിട്ട് പത്രങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. എല്ലാത്തിനെയും പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പത്രങ്ങൾ എത്രത്തോളം വിമർശിക്കപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പറഞ്ഞു നിർത്തുന്ന സമയത്ത്, ഈ ഒരു പാഠഭാഗം പറഞ്ഞു നിർത്തുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് പത്രം വായിക്കുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കണം. പല പത്രങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ശരിക്കും നമ്മൾ വിലയിരുത്തിയാൽ മാത്രമാണ് അല്പമെങ്കിലും അതിന്റെ നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയോ. ഒരു വാർത്തകളുടെ യഥാർത്ഥ സത്യം ചിലപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ 3-4 പേപ്പറുകൾ വായിക്കണം. അതുപോലെ നമ്മളുടേതായിട്ടുള്ള ഒരു കൂട്ടിക്കിഴിക്കൽ വേണം എന്ന് പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിലുള്ളൊരു വിമർശനം തന്നെയാണ്. ഇന്ന് പത്രമാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോ, ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പോലെയുള്ള വളരെ മഹത്തരമായിട്ട് പത്രത്തെ കണ്ടിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്റെ ജീവിതത്തിന്റെ മാർഗമായിട്ടുള്ളത്, അല്ലെങ്കിൽ അത്രയും സത്യസന്ധത പുലർത്തിയിരുന്നു പത്രങ്ങൾ. പക്ഷെ ഇന്നാകട്ടെ കച്ചവട താല്പര്യങ്ങളിലേക്ക് പത്രങ്ങൾ വഴിമാറിയിട്ടുണ്ട്. ഓരോ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം കാണാനായിട്ട് കഴിയാം. ഓരോന്നിന്റെയും തലക്കെട്ടുകളിൽ പോലും പ്രത്യേകതകൾ കാണാൻ കഴിയാം. ഇപ്പൊ മലയാള മനോരമ പത്രത്തിൽ കാണുന്ന ഒരു വാർത്തയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ദേശാഭിമാനി പത്രത്തിലെ വാർത്ത. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം പത്രത്തിനുണ്ട്. പിന്നെ പ്രധാനമായിട്ടും കച്ചവട ചരക്കായിട്ട് മാറിയിരിക്കുന്ന, പലപ്പോഴും സത്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യതിചലിക്കുന്നതായിട്ട് നമുക്ക് കാണാനും കഴിയുന്നു. ഒരു വാർത്തകൾ പല രീതിയിൽ വളച്ചൊടിക്കപ്പെടുന്നതും പത്രങ്ങളിൽ നിരന്തരം നമുക്ക് കാണാൻ കഴിയാം. അതുപോലെ തന്നെ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ സ്വേച്ഛാധിപതികൾ പോലും പത്രത്തെ ഭയപ്പെട്ടിരുന്നു എന്ന് സുകുമാർ അഴീക്കോട് പറയുന്നുണ്ട്. ഡിക്റ്റേറ്റർമാര്, ഭരണാധികാരികൾക്കൊക്കെ പത്രത്തെ വിമർശിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ നിലനിൽപ്പിനെ പേടിച്ചിട്ട് അവർ പോലും പലപ്പോഴും പത്രത്തെ പേടിക്കാറുണ്ട്. ചില സമയത്തൊക്കെ ആണെങ്കിൽ പത്രങ്ങളെ കണ്ടുകെട്ടാറുണ്ട് പലപ്പോഴും. ഇപ്പൊ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയൊക്കെ അഭിമുഖീകരിച്ച ഒരു പ്രശ്നമാണ്, പത്രങ്ങൾ എന്തെങ്കിലും ഒരു രാജ്യത്തെ പറ്റി, ഒരു രാഷ്ട്രത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ പേടിച്ചിട്ട് അവരുടെ ഭരണകൂടത്തിന്റെ ആ സ്ഥിരാകേന്ദ്രങ്ങളെ തകർക്കുമെന്ന് പേടിച്ചുകൊണ്ട് പത്രത്തെ ബാൻ ചെയ്യുന്നവരെ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് എത്രത്തോളം അത്ര ശക്തമായിട്ട് സത്യസന്ധമായിട്ട് പത്രങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഭരണാധികാരികൾ ഒരു കാലഘട്ടങ്ങളിൽ പത്രത്തെ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത് പത്രത്തോടുള്ള ഭയം മൂലമാണെന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. അതാണ് എക്സാമ്പിൾ പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നുള്ളൊരു പേര് ഒരിക്കലും ഈ ഒരു പാഠഭാഗത്തിന്റെ ഉത്തരം എഴുതുമ്പോൾ മറന്നു പോകാൻ പാടില്ല. എന്റെ നാടുകടത്തൽ എന്ന് പറഞ്ഞൊരു ആത്മകഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ പത്രങ്ങൾ സത്യം പറഞ്ഞതിന് അദ്ദേഹം നേരിടേണ്ടി വന്ന പല വെല്ലുവിളികളും, അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ മഹത്തായിട്ടുള്ള ഒരു ശക്തിയെ പല ഭരണാധികാരികളും ഭയക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി സുകുമാർ അഴീക്കോട് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ അവസാനം ഈ ഒരു പത്രത്തിന്റെ സത്യം എത്രത്തോളം അറിയണമെങ്കിൽ നമ്മൾ തന്നെ ചില കൂട്ടിക്കിഴിക്കൽ നടത്തണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
പിന്നെ പത്രങ്ങളെ പറ്റിയിട്ട് ചില പ്രമുഖരുടെ അഭിപ്രായങ്ങളും ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയാം. ബയണറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രങ്ങളെയാണെന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള ചക്രവർത്തിയാണ് നെപ്പോളിയൻ പോലും ബയണറ്റിനേക്കാൾ പേടിക്കുന്നത് എന്തിനെയാണ്? പത്രങ്ങളെയാണ്. അതുപോലെ തന്നെ പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ആഗ്രഹിക്കുന്നത് ഭരണമില്ലാത്ത പത്രങ്ങളുള്ള അവസ്ഥയാണ്. അതായത് ഒരു ഭരണകൂടമില്ലെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, എപ്പോഴും പത്രമുണ്ടായിരിക്കണം എന്നാണ് ജെഫേഴ്സൺ അഭിപ്രായപ്പെടുന്നത്. അത്രത്തോളം പ്രാധാന്യം സമൂഹത്തിൽ പത്രങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രമാണെങ്കിൽ വായിക്കാനും കൊള്ളുകയില്ലെന്നാണ് കവിയായിട്ടുള്ള ഓസ്കാർ വൈൽഡ് പറഞ്ഞിട്ടുള്ളത്. അതായത് അത്രയും ശക്തമായിട്ടുള്ള ഒരു വിമർശനമാണ് ഓസ്കാർ വൈൽഡ് നടത്തിയത്. എന്താണത്? സാഹിത്യം വായിക്കപ്പെടുന്നില്ല, ലിറ്ററേച്ചർ ആണെങ്കിൽ ആളുകൾ വായിക്കുന്നില്ല, പക്ഷെ പത്രമാണെങ്കിലോ ഒന്നിനും വായിക്കാനായിട്ട് കൊള്ളില്ല. കാരണം അത്രത്തോളം വലിയ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ പത്രങ്ങളിൽ കണ്ടുപിടിക്കാനായിട്ട് ഓസ്കാർ വൈൽഡിന് കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായിട്ടുള്ളൊരു വിമർശനമാണത്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇബ്സൺ പറഞ്ഞിട്ടുള്ളതാണ്. ആധുനിക നാടകത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബ്സൺ പത്രങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. മൃഗങ്ങളുടെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തട്ടെ എന്നാണ് ആര് പറഞ്ഞത്? ഇബ്സൺ പറഞ്ഞത്. ശക്തമായിട്ടുള്ള മറ്റൊരു വിമർശനമാണ്. അത്രത്തോളം മോശപ്പെട്ടവരായിട്ടാണ് ഇവരെല്ലാം തന്നെ പത്രങ്ങളെ കണ്ടിരുന്നത്. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അത് നമ്മെ വിശ്വസിക്കാനായിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ളതാണെന്നാണ് സാമുവൽ ബട്ട്ലർ പറഞ്ഞത്. അതായത് എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, അച്ചടിച്ചു കഴിഞ്ഞാൽ അതിൽ അല്പം കള്ളത്തരം ഉണ്ടാകും എന്ന് നമ്മളെ പഠിപ്പിച്ചത് പത്രങ്ങളാണെന്ന് സാമുവൽ ബട്ട്ലർ പറയുന്നുണ്ട്. അതുപോലെ പത്രങ്ങൾ വായിക്കുന്നത് അതൊരു ദുശീലമായി തീർന്നാണ്. ദിവസവും സിഗരറ്റ് ഒക്കെ വലിക്കുന്നത് പോലെയുള്ള ഒരു ദുശീലം പോലെയാണ് പത്രം വായിക്കുന്നതെന്ന് സുകുമാർ അഴീക്കോടും പറയുന്നുണ്ട്. പത്രങ്ങളുടെ ഗുണദോഷ വശങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് ചർച്ച ചെയ്യുക. എന്താണെങ്കിലും പരീക്ഷയ്ക്ക് വരും. ഇത്തരത്തിലുള്ള ഒരുപാട് പേരുടെ കോട്സ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തോ, അതെല്ലാം തന്നെ പരീക്ഷയ്ക്ക് എഴുതണം. സുകുമാർ അഴീക്കോടിന്റെ പത്രങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം പത്രങ്ങളുടെ ഗുണം എന്താണ്, ദോഷം എന്താണ്, എന്തെല്ലാം മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പത്രമാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന്. എസ്സേയും വരാൻ സാധ്യതയുണ്ട്. ഇന്ന് മാധ്യമങ്ങൾ നമ്മൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ആഘാതമാണ് ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഇപ്പോൾ ഒരു TV ചാനൽ എടുത്തു കഴിഞ്ഞാൽ തന്നെയും ഓരോ ചാനലിലും ഓരോ രീതിയിലായിരിക്കും ഓരോ വാർത്തകൾ കൊടുക്കുന്നത്. അതിന് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. പലപ്പോഴും വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. എത്ര പേര് ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് 2023 എത്തി നിൽക്കുന്ന സമയത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പോലെ പത്രം ഒരു ധർമ്മമായി കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഒരു ജീവിതചര്യയായി കൊണ്ട് നടക്കുന്ന, അതൊരു സത്യത്തിന്റെ നേർവഴിയായിട്ട് കൊണ്ട് നടക്കുന്ന എത്ര മാധ്യമ പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പലപ്പോഴും അതിന് എക്സാമ്പിൾസ് നമുക്ക് കാണാം. കച്ചവട ചരക്കായിട്ട് മരിച്ചു കിടക്കുന്ന ആളുകളുടെ ബന്ധുക്കളുടെ അടുത്ത് പോലും മൈക്കുമായി തള്ളിക്കയറുന്ന പത്രപ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയുന്നത്. TRP റേറ്റിംഗ് കൂട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇത്തരത്തിലുള്ളവർക്ക് എന്നുള്ളതൊരു വേദനിപ്പിക്കുന്ന കാര്യമാണ്. മോശം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ വാർത്തകൾ നമുക്ക് അതാത് സമയത്ത് അറിയാനായിട്ട്, അതുപോലെ തന്നെ പല ചർച്ചകളുടെ രൂപത്തിലെല്ലാം തന്നെ മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് മറുവശമാണ്. ഏതൊരു നാണയത്തിനും രണ്ട് വശമുണ്ടാകും. അതുപോലെ പത്രങ്ങൾക്ക് ഗുണവും ദോഷവും കൃത്യമായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി നൽകുന്ന ഒരു പാഠഭാഗമാണ്, അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പാഠഭാഗമാണ് സുകുമാർ അഴീക്കോടിന്റെ പത്രനീതി എന്ന് പറഞ്ഞ ഈ ഒരു നിരൂപണം. പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശരിക്കൊന്ന് പഠിച്ച് മാർക്ക് വാങ്ങാനായിട്ട് കഴിയുന്ന കാര്യമാണ്. നിങ്ങളെ കൊണ്ട് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പാഠഭാഗമാണ്. ഇത്രയും പറഞ്ഞു തന്നതിലൂടെ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ 4 പാഠഭാഗങ്ങളാണ് നമുക്ക് ഇത്തവണ അടിസ്ഥാന പാഠാവലിയിൽ 10ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. എക്സാം പോയിന്റിന്റെ ഗൈഡിൽ ഈ ഒരു പാഠഭാഗത്തിലെല്ലാം വിശദ വിവരങ്ങൾ ലഭ്യമാണ്. അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ ഗൈഡിലാണെങ്കിൽ പഴയ ചോദ്യോത്തരങ്ങളുണ്ട്, അതുപോലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, മാതൃകാ ചോദ്യങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി നല്ല രീതിയിൽ പരീക്ഷയെ സമീപിക്കുക. നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ കഴിയട്ടെ. SSLC പരീക്ഷ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അതിന്റെ ഒരു കട്ടൺ റേസറായിട്ട് മുന്നോടിയായിട്ട് ക്രിസ്മസ് പരീക്ഷയെ കാണുക. നന്നായി പഠിച്ചു മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ.